പഴയ കാലം ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാസൊക്കെ ഇല്ലാതായത് കേട്ടോ. എനിക്ക് അടുത്ത വീട്ടുകാർ ഞാൻ വരുന്നേരം ഒരു ഗ്യാസ് തന്നത്. അപ്പോൾ പറഞ്ഞു നീ കത്തിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഇനി എടുത്തരാൻ ഞങ്ങളടുത്തില്ല. കാരണം ഞാൻ തലശ്ശേരിയാണ് എൻ്റെ വീട്. ഞാൻ ഒരു 6 കൊല്ലമായിട്ടുള്ളൂ ഇവിടെ താമസാക്കിയിട്ട്. ഇവിടത്തേക്ക് എൻ്റെ ഗ്യാസൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ വന്നാൽ അങ്ങനെ നിൽക്കാറുമില്ല. 1 മാസം 2 മാസമൊക്കെ കൊണ്ട് പോകുന്നതാണ്. അടുപ്പൊന്നും ഞാൻ കത്തിക്കാറേ ഇല്ല. എത്രയോ 18 കൊല്ലമായിട്ട് ഞാൻ അടുപ്പ് കത്തിക്കാത്ത. അവിടെ ഗൾഫിൽ ഞാൻ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അവിടെ അടുപ്പുന്ന സംഭവം തന്നെ ഇല്ല. ഇവിടെ വന്നാലാണെങ്കിൽ ഞാനും ഇക്കയും മോളുമാണ്. അപ്പോൾ നമുക്ക് അത്രയൊന്നും അടുപ്പ് കത്തിച്ചുണ്ടാക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഗ്യാസുമ്മ എന്തെങ്കിലും വെച്ചുണ്ടാക്കും. ചോറും എല്ലാം ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ ഇപ്പം ഇവർ പറഞ്ഞ കുറ്റി ഇത് ഇവിടെ ഉണ്ട്, കാലിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഇനി കിട്ടൂല, 2 മാസമൊക്കെ ആവണം, അതുവരെ ഇനി ഗ്യാസ് എത്തിക്കണം എന്ന്. അങ്ങനെയാണ് ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ച് ചോറുണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ ചോറുണ്ടാക്കി അടുപ്പ് കത്തിച്ചിട്ട് തന്നെയാണ്. ഇവരാണ് തെരുത്ത് വന്ന മുതലേ അവരാ തെരുത്ത്. അപ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഗ്യാസിലായിട്ട് ഓലാണ് എനിക്ക് ചോറൊക്കെ തെരുത്ത്, രാത്രി മാത്രമേ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് കൊണ്ടു തരണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നും ഇങ്ങനെ കൊണ്ടു തരുമ്പോൾ എനിക്കൊരു വിഷമം. ജോലിക്ക് പോയപ്പോന്നില്ല, പക്ഷെ എനിക്കെന്തോ ഇടങ്ങാറ്. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നിയത് പഴയ കാലമൊക്കെ ഒന്ന് ഓർക്കാൻ നല്ലതാണിത്. എൻ്റെ ഉമ്മയൊക്കെ പണ്ട് പറയാറുണ്ട്, നമ്മൾ ഗ്യാസ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വെപ്രാളം കഴിക്കുമ്പോൾ ഉമ്മ പറയാറുണ്ട്, നമ്മളൊക്കെ അടുപ്പ് ഊതിയിട്ടാണ് കത്തിച്ചുണ്ട്, നിങ്ങളെല്ലാം വെച്ച്. അതും നിങ്ങളെപ്പോലെ 1 കുട്ടിയും 2 കുട്ടിയൊന്നുമല്ല, 5-10 പിള്ളേരെ നമ്മൾ അടുപ്പ് ഊതിയിട്ടാണ്. അതും വിറകൊന്നും ഉണ്ടാവില്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടാണ് ഊതി കത്തിച്ച് നിങ്ങളെല്ലാം പോറ്റിയെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ വിറക് കത്തിച്ചപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ആ വർത്താനാണ് എനിക്ക് ഓർമ്മ വന്നത്, പഴയ കാലം. പക്ഷേ ഗൾഫിലില്ലേ, യുദ്ധം ഉണ്ടെങ്കിലും ഗ്യാസിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. തീർന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിന് കിട്ടും കേട്ടോ. വിളിക്കേണ്ട താമസമുള്ള, ബുക്ക് ചെയ്യേണ്ട ഒന്നും വേണ്ട. അന്നേരം സാധനം വാങ്ങിക്കൊണ്ട് വരുന്ന പോലെ പോയിട്ട് ഗ്യാസ് എടുക്കാം. അപ്പോൾ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ജാടയൊക്കെ ഒന്ന് കുറയും. പിന്നെ പഴയ കാലമൊക്കെ ഒന്ന് ഓർക്കാൻ നല്ലത്. ഇതിൽ ഗ്യാസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ വീട്ടമ്മമാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലേ. പിന്നെ തീ പിടിച്ച് കിട്ടിയാലില്ല, നല്ലപോലെ കത്തുന്നുണ്ട്. ആദ്യം ഒന്ന് പിടിപ്പിക്കാൻ കുറച്ച് ഞാൻ പാടുപെട്ടു കേട്ടോ. എനിക്ക് പിന്നെ ഇവിടെ പോലെയൊന്നും ഇല്ല. ഞാൻ അവിടുത്തെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയിട്ട് എടുത്തതാണ്. കാരണം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുത്തു വെക്കലൊന്നുമില്ല. വിറക് വാങ്ങലോ, നമുക്ക് എപ്പം വന്നാലും ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് പറയും ഗ്യാസ് ഇവിടെ അവർ ബുക്ക് ചെയ്ത് വെച്ച് തരും. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ വരാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവമൊന്നും ഞാനിതുവരെ വിറക് ഇതൊന്നും വാങ്ങി വെക്കലൊന്നുമില്ല. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വിറകൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ അവർ പറഞ്ഞ അവരുടെ അടുത്ത് ഇഷ്ടം പോലെ വിറകുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ വിറകൊക്കെ നീ എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് എടുത്തങ്ങ് കത്തിച്ചോ, നീ ഗ്യാസ് ചായ ഉണ്ടാക്കാൻ മാത്രമേ, നമുക്ക് ചായക്ക് എന്ന് വെച്ചാൽ അടുപ്പ് പറ്റൂല, പിന്നെ പുക ചോയ്ക്കും. പിന്നെ കരണ്ടടുപ്പ് വാങ്ങണം. കരണ്ടടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു AC ഉള്ളൂ. ആ AC ഇടുമ്പം തന്നെ 6000-7000 വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്ന 7000 ഒക്കെ ബില്ല് വരും. ഇനിയിപ്പോൾ കരണ്ട്, വെള്ളം, ഗ്യാസ് ഇതൊക്കെ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതേപോലെയാണ് ഇപ്പം വെള്ളം ഉണ്ടാവാൻ. വെള്ളമൊക്കെ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വറ്റിപ്പോവും. അങ്ങനത്തെ പാറ പോലത്തെ സ്ഥലമാണ് നമ്മൾ താമസിക്കുന്നിടത്ത്. ഇതുവരെ പറ്റിയിട്ടൊന്നുമില്ല. അടുത്ത മാസം മഴ പെയ്തിട്ടില്ലെങ്കിൽ അതും പണി കിട്ടും. ഇത് 3ഉം വലിയൊരു ഇടങ്ങാറ് പിടിച്ച സംഭവമാണ്. കരണ്ടും നമ്മളിപ്പോൾ ചൂടായതുകൊണ്ട് ഏത് നേരം എനിക്ക് ഇവിടെ വന്നേരം നിൽക്കാൻ പറ്റുന്നില്ല. ചൂട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് എന്തെങ്കിലും ചെയ്യും, വേഗം പോയിട്ട് AC ഇട്ട് ഇരിക്കും. അല്ലാതെ എനിക്ക് തല തൊട്ട് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങും. അപ്പോൾ അതും സൂക്ഷിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പം നാട്ടിലെ അവസ്ഥ. എന്തായാലും തീ പിടിച്ചതിന് ശേഷം നോക്കിയാൽ നല്ല ഉഷാറായി കത്തി. ഇങ്ങനത്തെ ചെമ്പ് വെച്ച് കൊടുത്താൽ മതി. പഴയ ചെമ്പുണ്ടെങ്കിൽ അടുപ്പിൽ കത്തിക്കാൻ. തേച്ച് കഴുകാൻ കുറച്ച് പാടല്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഇനി അരി ഇട്ട് കൊടുക്കുക. തിളച്ചിട്ടില്ല. ആദ്യം ഞാൻ ഇവിടെ ഒന്ന് തുടച്ചിതിപ്പോൾ ഇത് വിറകിൻ്റെ മുകളിൽ നിന്ന് ആയത പൊടിയൊക്കെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഒരു തീയും പിടിപ്പിച്ച്
ഞാൻ അരി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.